വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത്. ഇടുക്കിയുടെ മനോഹാരിതയിൽ വിനോദസഞ്ചാരികളുടെ പറുദീസയായ തെക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന മൂന്നാറിലേക്കുള്ള യാത്രയിൽ സഞ്ചാരികൾക്ക് വിസ്മയ കാഴ്ചകളൊരുക്കി മഞ്ഞിൻ്റെ വെള്ളപ്പുതപ്പണിഞ്ഞ് മൂന്നാറിൻ്റെ കവാടമായി സ്വാഗതമരുളി വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് നിലകൊള്ളുന്നു. നമസ്കാരം, ഞാൻ ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. എൻ്റെ പേര് ജാൻസി ജോഷി. ഞങ്ങൾ 2020 നമ്മൾ സ്ഥാനം വെക്കുന്നത്. വെള്ളത്തൂർ പഞ്ചായത്തിൽ 17 വാർഡുകളാണുള്ളത്. എല്ലാവരും നല്ല ഒത്തൊരുമയോടെ സഹകരിച്ചു പോകുന്ന ഒരു പഞ്ചായത്താണ്. ഒട്ടേറെ പ്രവൃത്തികൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ 4 വർഷക്കാലം കൊണ്ട് കുറേയധികം പ്രവൃത്തികൾ ചെയ്യാൻ സാധിച്ചു. നമ്മുടെ പഞ്ചായത്ത് സംസ്ഥാനത്ത് ആദ്യ വർഷം 24ാം സ്ഥാനം നമുക്ക് ലഭിച്ചു. അതിനുശേഷം നമ്മൾ നൂതന പദ്ധതികളെല്ലാം കൊണ്ടുവന്ന എല്ലാം നമുക്ക് 100% ആക്കാൻ സാധിക്കുകയും ആ വർഷം നമുക്ക് സ്വരാജ് ട്രോഫി ലഭിക്കുകയും ചെയ്തു. നമ്മൾ ടൂറിസം മേഖലയാണ് നമ്മുടെ പഞ്ചായത്ത്. ഒട്ടേറെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു. നമ്മൾ ചൊനിയമാക്കൽ വാട്ടർഫാൾസ് നമ്മുടെ ഒരു പദ്ധതിയായിരുന്നു. അത് നമ്മൾ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നമ്മുടെ പഞ്ചായത്ത് ഫണ്ട് വെച്ച് നമ്മൾ ചെയ്തു. ഇപ്പൊ നമുക്ക് ടൂറിസം വകുപ്പിൽ നിന്ന് ഒരു 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒട്ടേറെ 5000-ഓളം ആളുകൾ വന്നു പോകുന്ന ഒരു ടൂറിസം മേഖലയാണ്. നല്ലൊരു പദ്ധതിയാണ്. അത് നമുക്ക് ഇനി പഞ്ചായത്തിന് ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. ഉടനെ തന്നെ അതിന്റെ വരുമാന സ്രോതസ്സുകൾ വേണ്ട നടപടികൾ ആരംഭിക്കും. ഇതാണ് ഞങ്ങളുടെ പൊന്മുടി ഹാങ്ങിങ് ബ്രിഡ്ജ്. പൊന്മുടി ഡാമിന്റെ തന്നെ ഭാഗമായിട്ടുള്ള പൊന്മുടി ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇതെന്ന് വെച്ചാൽ കേരള ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രൊജക്ടിന്റെ ഒരു ഭാഗമാണിത്. Which all places you visited? Oh, here in Munnar we visited many places which we never had been seen here. The hill stations are really good. I just wished I would have come here during winters, but summers are just best. What about food? Food was like, see, it differs. From our Karnataka it differs here, but still we liked it. You have stay here? Yeah, we stayed here. Like we stayed in Wayanad. Why not? Yeah, we stayed over here also. It was good, but I think food little differs. You know, we come from different states. Yeah. ഇതാണ് മനോഹരമായ നാടുകാണിപ്പാറ വ്യൂ പോയിന്റ്. ഇവിടെ മനോഹരമായ ഡാം കെട്ടുകൾ, മലനിരകൾ, ബോട്ടിംഗ് എല്ലാം ഉണ്ട്. വിനോദസഞ്ചാരികളുടെ കണ്ണുകൾക്ക് വളരെ കുളിർമയേകുന്ന ഒരു സ്ഥലമാണ് ഈ വ്യൂ പോയിന്റ്. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് കാണാൻ പറ്റിയ, ഒരേ സമയം ഉദയവും അസ്തമയവും കാണാൻ പറ്റിയ ഒരു നാടുകാണിപ്പാറ വ്യൂ പോയിന്റ്.
സ്പോട്ടുകൾ, അങ്ങനെ നിരവധി കാഴ്ചകളുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ടേക്ക് ഓഫ് ബ്രേക്ക് പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ആ പദ്ധതി നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ നീന്തൽക്കുളം, നമുക്ക് കുട്ടികൾക്ക് പരിശീലനം ലഭിക്കുന്നതിന് നമ്മളൊരു നീന്തൽക്കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിന്റെ വ്യത്യസ്തമായ നൂതന ഇടപെടലുകളായ കുട്ടികൾക്കുള്ള നീന്തൽക്കുളം, ചുനയമാക്കൽ വെള്ളച്ചാട്ടം എന്നിവയിലേക്ക് സ്വാഗതം. ജലാശയങ്ങളാലും പുഴകളാലും സമ്പന്നമാണ് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത്. എന്നാൽ ഫലപ്രദമായ നീന്തൽ പഠിക്കാനുള്ള അവസരം ഇല്ലാത്തതിനാൽ നിരവധി ജീവനുകളാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ ഇവിടെ നഷ്ടമായിട്ടുള്ളത്. ഇതിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികൾക്കായുള്ള നീന്തൽക്കുളം പൂർത്തീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ കുട്ടികളെയും നീന്തൽ പരിശീലിപ്പിക്കുകയും ഇതിൽ നിന്നും കഴിവുള്ളവരെ കണ്ടെത്തി മികച്ച പരിശീലനം നടത്തി വരും കാലങ്ങളിൽ മികച്ച കായിക താരങ്ങളാക്കുക എന്നതും പഞ്ചായത്തിന്റെ ലക്ഷ്യമാണ്. നീന്തൽക്കുളത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. കുട്ടികൾക്കായിട്ട് മനോഹരമായ ഒരു കളിസ്ഥലവും മിനി പാർക്കും പഞ്ചായത്തിന്റെ ലക്ഷ്യമാണ്. വളരെയേറെ പൊതുജന പ്രശംസ ആർജിച്ച ഈ പരിപാടിയിലേക്ക് ധാരാളം കുട്ടികൾ നീന്തൽ പഠിക്കാനായിട്ട് എത്തിച്ചേരുന്നുണ്ട് എന്നതും സ്വാഗതാർഹമാണ്. വരും കാലങ്ങളിൽ സമീപ പഞ്ചായത്തുകളോട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ സുരക്ഷിതമായ നീന്തൽ പരിശീലനം നൽകുക എന്നത് പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ഉദ്യമങ്ങളിൽ ഒന്നാണ്. ഇടുക്കിയിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്ഥലമാണ് ചുനയമാക്കൽ വെള്ളച്ചാട്ടം. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രശസ്തി ആർജിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ചുനയമാക്കൽ വെള്ളച്ചാട്ടം. ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള കഠിന പരിശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്ത്. പിന്നെ കാർഷിക മേഖലയിലെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഓരോ വാർഡുകളിലേക്കും അതുപോലെ പച്ചക്കറി തൈകള്, നമ്മൾ ജാതി തൈ, അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ചെടിച്ചട്ടി, അങ്ങനെ കുറേയധികം കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ പദ്ധതികൾ ചെയ്തു. പാലിയേറ്റീവ് രംഗത്ത് നമ്മൾ എല്ലാ മാസവും പാലിയേറ്റീവ് സേവനം നമ്മൾ ഓരോ വാർഡിലും നൽകുന്നുണ്ട്. പാലിയേറ്റീവ് സംഗമം നടത്തി. പിന്നെ വയോജനങ്ങൾക്ക് നൂതന പദ്ധതികൾ നമ്മൾ പ്രോജക്റ്റ് വെച്ച് നടപ്പാക്കി വരുന്നു. ഞാൻ സുജ വർഗീസ്, തോക്കുപാറ ഗവൺമെന്റ് UP സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റ് ആണ്. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ് തോക്കുപാറ ഗവൺമെന്റ് UP സ്കൂൾ. ഈ സ്കൂളിന് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ കൈത്താങ്ങലുകളും യഥാസമയങ്ങളിൽ ലഭിക്കാറുണ്ട്. ഈ സ്കൂളില് 500ഓളം കുട്ടികൾ അധ്യയനം നടത്തുന്നു. ഇവിടെ ഏറ്റവും
ആകർഷകമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ പ്രീ പ്രൈമറി വിഭാഗം. SSK അനുവദിച്ച 15 ലക്ഷം രൂപ വളരെ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് 13 തീമുകളിലായി കുട്ടികളുടെ പഠനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവിടെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. കൂടാതെ ഈ സ്കൂളില് ലാബ്, ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാസ്ത്ര ലാബ് എന്നിവയെല്ലാം വളരെ മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. വെള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിന്റെ വകയായി ധാരാളം ഫണ്ടുകൾ ഈ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. മുറ്റം ടൈല് ചെയ്യാനും വഴി കോൺക്രീറ്റ് ചെയ്യാനും പല ക്ലാസ് റൂമുകൾ ടൈൽ പാകി വൃത്തിയാക്കിയതും സ്മാർട്ട് ക്ലാസ് റൂം ആക്കിയതും ഒക്കെ ഗ്രാമപഞ്ചായത്തിന്റെ പിന്തുണയോടെയാണ്. ഇപ്പോൾ വെള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിന്റെ 4ാം വാർഡ് മെമ്പറും സ്കൂൾ രക്ഷാധികാരിയുമായ ശ്രീമതി ജെയ്സി ജോസഫിന്റെ എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ സ്കൂളിന് ലഭിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എല്ലാം തന്നെ പൂർത്തീകരിച്ചു. ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അത് ഈ വർഷത്തെ പ്രോജക്റ്റിൽ പെടുത്തി ചെയ്ത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ഞാൻ വെള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ്. പേര് സതീഷ് കുമാർ. പഞ്ചായത്ത് ദേവികുളം താലൂക്കിൽ ഉൾപ്പെടുന്ന പ്രദേശത്തുള്ളതാണ്. ഇതിൻ്റെ വിസ്തൃതി 43.6 ചതുരശ്ര കിലോമീറ്ററാണ്. പഞ്ചായത്തിൻ്റെ ജനസംഖ്യ 25,701 2011 സെൻസസ് പ്രകാരം. പഞ്ചായത്തിൻ്റെ അതിർത്തി പഞ്ചായത്തുകൾ പള്ളിവാസൽ, കൊന്നത്തടി, രാജാക്കാട്, അടിമാലി എന്നിവയാണ്. പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. തനത് വരുമാനത്തിൽ എല്ലാ വർഷവും 10% വർധനവ് ക്രമാനുഗതമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കുന്നതിന് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് സേവനം നൽകുന്നതിന് കൃത്യമായി തന്നെ സേവനാവകാശ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പ്രകാരവും അതുപോലെ തന്നെ പൗരാവകാശ രേഖയിൽ പറഞ്ഞിട്ടുള്ള പ്രകാരവും സേവനം നൽകുന്നതിന് കൃത്യമായി പഞ്ചായത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2016-17 ISO പദവി നേടുകയും അത് ഈ വർഷം വരെ നിലനിർത്തുകയും ചെയ്തു വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ 2018-19 100% നികുതി, ഫീസുകൾ എന്നിവ പിരിച്ചെടുക്കുകയും അത് ഇപ്പോൾ ഈ വർഷം വരെയും അത് നിലനിർത്തുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം തനത് ഫണ്ട് ഇനത്തിൽ വസ്തുനികുതി ഇനത്തിൽ 1,62 ലക്ഷം രൂപ സമാഹരിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീസുകളും ലൈസൻസ് ഇനത്തിലുള്ളതും ആയിട്ടുള്ള തുകകളെല്ലാം പൂർണ്ണമായി, വാടക ഇനത്തിലുള്ള തുകകളെല്ലാം പൂർണ്ണമായി തന്നെ പിരിച്ചെടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പദ്ധതി ഇനത്തിൽ വിവിധങ്ങളായിട്ടുള്ള നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും അത് നടപ്പാക്കുന്നതിനും പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരം. ഞാൻ വെള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് KR ജയനാണ്. ഞങ്ങൾ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചെറിയ വിലയിരുത്തലാണ് ഞങ്ങൾ നടത്തുന്നത്. ഈ പഞ്ചായത്തിൽ 3-5 കാര്യങ്ങൾക്കാണ് ഞങ്ങൾ മുൻഗണന നൽകിയിട്ടുള്ളത്. ഒന്ന് കുടിവെള്ളം, അതുപോലെ വീടുകൾ, ഗതാഗത സൗകര്യങ്ങൾ, വെളിച്ചം, മാലിന്യം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട 3-5 കാര്യങ്ങൾക്കാണ് ഞങ്ങൾ ഏറ്റവും പ്രാധാന്യമായി നൽകിയിട്ടുള്ളത്. അതിൽ മാലിന്യം എന്ന ഏറ്റവും വലിയ വിപത്തിനെ നേരിടുന്നതിന് വേണ്ടി ഇടുക്കി ജില്ലയിലെ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലുള്ള MCFകളും അതിൻ്റെ മറ്റ് അനുബന്ധ പരിപാടികളും റിംഗ് കമ്പോസ്റ്റ്, ബയോബിന്ന് തുടങ്ങിയിട്ടുള്ള പരിപാടികളും എല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കി 90% നേരത്തെ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 100% നമ്മുടെ പഞ്ചായത്ത് മാലിന്യം മുക്തമായി നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടി എല്ലാ മേഖലകളിലും എല്ലാ വാർഡുകളിലും കൃത്യമായും അതിൻ്റെ മാലിന്യ മുക്തമായ വാർഡുകളായി പ്രഖ്യാപിക്കുകയും ജനകീയ പങ്കാളിത്തം 1000-കണക്കിന് ജനങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയാണ് അത് 100% എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അത് വലിയ അഭിമാനം ഞങ്ങൾക്ക് തോന്നുകയാണ്.
വെള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര മാലിന്യ പരിപാലന പദ്ധതിയിലേക്ക് സ്വാഗതം. പ്രകൃതി സമ്പത്താലും ജലാശയങ്ങളാലും സമ്പന്നമാണ് വെള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത്. എന്നാൽ പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യ നിക്ഷേപം നടത്തുന്ന പ്രവണത കഴിഞ്ഞ കാലങ്ങളിൽ നിലവിലുണ്ടായിരുന്നു. ഇതിനെതിരെ നിരവധിയായ ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും 17 വാർഡുകളിലായി ശുചിത്വ മിഷൻ, NRAG എന്നിവയുടെ സഹകരണത്തോടുകൂടി 14,98,000 രൂപ മുതൽ മുടക്കിൽ 30ഓളം മിനി എംസുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പഞ്ചായത്തിലാകെ പ്രവർത്തനനിരതമായിട്ടുള്ള 40 ഹരിതകർമ്മസേന അംഗങ്ങളുടെ സഹകരണത്തോടെ സമയബന്ധിതമായി അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനിക്കും മറ്റ് ഏജൻസിക്കും കൈമാറി. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടായിരുന്നു. നിയമലംഘകരെ കണ്ടെത്താൻ പഞ്ചായത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തുന്നുണ്ട്. പ്ലാസ്റ്റിക് സെഗ്രിഗേഷന് വേണ്ടി 36 ലക്ഷം രൂപ മുതൽ മുടക്കിൽ 3600 ക്യൂബിക് അടി കപ്പാസിറ്റി ഉള്ള MCF പൂർത്തീകരിച്ചിട്ടുമുണ്ട്. തൊഴിലുറപ്പ് വഴി കമ്പോസ്റ്റ് വിറ്റും സോക്ക് വിറ്റും വിവിധങ്ങളായ വീടുകളിൽ നിർമ്മിച്ചു നൽകുക വഴി ജൈവ മാലിന്യ പരിപാലനത്തിനും ഒരറുതി വരെ പരിഹാരം കണ്ടെത്താൻ സാധിച്ചു. ജൈവ മാലിന്യ പരിപാലനം പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് വേണ്ടി എല്ലാ വീടുകളിലും കിച്ചൺ ബിന്നുകൾ എത്തിക്കാനുള്ള നടപടിയും സ്വീകരിച്ചു വന്നിട്ടുണ്ട്. അജൈവ മാലിന്യ പരിപാലനത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ കവചിതമായ ഒരു വാഹനവും ഡ്രൈവറും ഒരു തൊഴിലാളിയും ഹരിതകർമ്മസേനയുടെയും മറ്റ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിന് വേണ്ടി ഒരു കോർഡിനേറ്ററെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ലെഗസി വേസ്റ്റ് നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി ക്ലീൻ കേരള കമ്പനിക്ക് 8,500 കിലോ വേസ്റ്റ് കൈമാറുകയുണ്ടായി. 2021-2022 സാമ്പത്തിക വർഷത്തിൽ 98% വാതിൽപ്പടി ശേഖരണം നടത്തി. 90% യൂസർ ഫീ പിരിക്കുകയും ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് പ്രതിമാസം 10,000 രൂപയിലധികം വേതനം നൽകിയും വന്നിരുന്നു. വളരെയധികം ടൂറിസ്റ്റുകൾ കടന്നു പോകുന്ന പഞ്ചായത്തിൽ നിരത്തുകൾ മാലിന്യം വലിച്ചെറിയുന്നവരുടെ എണ്ണം വലുതാണ്. ഇതിൻ്റെ ഭാഗമായി മാസത്തിൽ 2 തവണ നിരത്തുവക്കിൽ നിന്നും ശുചീകരണ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. അജൈവ മാലിന്യ പരിചരണം നല്ല രീതിയിൽ നടത്തിപ്പോരുന്നു. സ്ഥലപരിമിതി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി ബെയിലിംഗ് മെഷീൻ സ്ഥാപിക്കാനുള്ള നടപടിയും സ്വീകരിച്ചു വരുന്നുണ്ട്. വ്യക്തിഗത ടോയ്ലറ്റ്, ഒറ്റക്കുഴി കക്കൂസ്, ഇരട്ടക്കുഴി ആക്കലും കമ്പോസ്റ്റ് വിറ്റ്, സോക്ക് വിറ്റ് എന്നിവ ഏറ്റെടുത്തും നടത്തി വരുന്നു. ജൈവ മാലിന്യ പരിപാലനത്തിനായി തുമ്പർമൊഴി യൂണിറ്റുമുണ്ട്. മാലിന്യം വലിച്ചെറിയവരിൽ നിന്നും 2,30,000 രൂപ പിഴയും ഈടാക്കിയിട്ടുണ്ട്. മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃകയായി വെള്ളത്തോൾ പഞ്ചായത്ത് തുടരുകയാണ്. വീടുകൾ, എല്ലാ വീടുകളും ലൈഫിൽ പെട്ടിട്ടുള്ള SC STകൾക്ക് എല്ലാവർക്കും തന്നെ വീടുകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. PMAY വഴിയുള്ള വീടുകളും അല്ലാത്ത നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുമുള്ള വീടുകൾ പാവപ്പെട്ട ആളുകൾക്ക് നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഏതാണ്ട് 300-ലധികം വീടുകൾ ഈ പഞ്ചായത്തിൽ ഇപ്പോൾ തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് വീടുകളുമായി ബന്ധപ്പെട്ടുള്ളത്. ചെറുകിടമായിട്ടുള്ളതും മറ്റ് ഏജൻസികൾ വഴി നടപ്പാക്കുന്നതുമായിട്ടുള്ള കുടിവെള്ള പദ്ധതിക്കാണ് പിന്നീട് ഞങ്ങൾ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തത്. നമ്മുടെ പഞ്ചായത്തിലെ ഏതാണ്ട് ഒരു അടുത്ത 3-4 മാസത്തോടു കൂടി നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിയ പഞ്ചായത്തായി ഈ പഞ്ചായത്ത് മാറാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ 3-4 വാർഡുകൾ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിച്ച വാർഡുകളായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അങ്ങനെ കുടിവെള്ളത്തിന്റെ കാര്യത്തിലും റോഡുകളുടെ കാര്യത്തിലാണെങ്കിൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത തരത്തിൽ, വെള്ളത്തോൾ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ വികസന മുന്നേറ്റമാണ് ഇതുവഴി നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞത്. അതിലേറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് തൊഴിലുറപ്പ് സെക്ഷനാണ്. തൊഴിലുറപ്പ് വഴി നമുക്ക് മെറ്റീരിയൽ വർക്കുകൾ ചെയ്യാം എന്നതിൻ്റെ ആ ആനുകൂല്യം നമ്മൾ മുതലാക്കി ഏതാണ്ട് നമ്മുടെ പഞ്ചായത്തിലെ സറണ്ടർ ചെയ്യപ്പെട്ടിട്ടുള്ള പഞ്ചായത്തിന്റെ ആസ്തി രേഖയിലുള്ള ഏതാണ്ട് മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമാക്കി തീർക്കാനും മറ്റ് പദ്ധതികളും എല്ലാം കൂടി ചേർത്തെടുത്ത് MLAയുടെയും അതുപോലെ തന്നെ MP-യുടെയും എല്ലാം ഫണ്ടുകളും കൂടെ ചേർത്ത് നമുക്ക് വലിയ രീതിയിൽ വെള്ളത്തോൾ പഞ്ചായത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത റോഡ് നിർമ്മാണ രംഗത്തെ വികസന മുന്നേറ്റം എടുത്തു പറയേണ്ടതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വനിതാ വികസനവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ചെണ്ടമേളം
നമ്മൾ പരിപോഷിപ്പിച്ച് അത് ഒരു ടീമാക്കി ഇവിടെ ആ ചെണ്ടമേളം ഏർപ്പാടാക്കുന്നു. വനിതാ വികസനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നന്നായി നടത്തിക്കൊണ്ട് പോകാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് നൽകിയ മുഴുവൻ വാഗ്ദാനങ്ങളും നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. സ്ട്രീറ്റ് ലൈറ്റുകൾ ഒരു കാലത്തും ഉണ്ടാകാത്ത തരത്തിൽ എല്ലാ മേഖലകളും ജനങ്ങൾ ആവശ്യപ്പെടുന്ന മുഴുവൻ മേഖലകളിലും സ്ട്രീറ്റ് ലൈറ്റ് നിർമ്മിക്കാനും അത് 2 പ്രാവശ്യമായിട്ട് നിർമ്മിച്ച് നമ്മുടെ പഞ്ചായത്ത് പ്രകാശപൂരിതമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഫിറ്റ്നസ് പാർക്ക്, അതുപോലെ പകൽ വീട്, അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം SC/ST മേഖലയിൽ നമുക്ക് ലഭിച്ച മുഴുവൻ 100% ഫണ്ടുകളും വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു കാര്യമായിട്ട് ഞങ്ങൾ കാണുകയാണ്. ആ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ, ആ മുന്നേറ്റത്തിന്റെ കൂട്ടത്തിൽ നിരവധി കുടികളിലേക്ക്, അതായത് ആദിവാസി കുടികളിലേക്ക് റോഡുകൾ പുതിയതായി നിർമ്മിച്ച് റോഡുകൾ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അവിടെ കുടിവെള്ളവും വെളിച്ചവും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയ നേട്ടമായി ഞങ്ങൾ കാണുകയാണ്. വെള്ളത്തുകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ സാന്ത്വന പരിചരണ പരിപാടിയായ കരുതാം കരുതലിലേക്ക് സ്വാഗതം. വെള്ളത്തുകൾ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കാലത്ത് ആരോഗ്യരംഗത്ത് മികച്ച നേട്ടം കൈവരിച്ചിട്ടുണ്ട്. കരുതലോടെ കൗമാരം എന്ന പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ കൗൺസിലിംഗ് പ്രോഗ്രാമുകൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ലോകാരോഗ്യ ദിനം, ന്യൂട്രീഷൻ ഡേ, പ്രമേഹ ദിനം പോലുള്ള ദിനാചരണങ്ങളിൽ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കുവാനും അതുവഴി അവബോധം വളർത്തുവാനും പരമാവധി പഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ വിഭാഗമാണ് പാലിയേറ്റീവ് കെയർ. ഇതിനുവേണ്ടി പ്രത്യേക ആംബുലൻസ് സംവിധാനം ഒരുക്കിക്കൊണ്ട് ഒരു നേഴ്സും ഡോക്ടർ അടക്കമുള്ള സംഘം നിരന്തരം രോഗികളെ പരിശോധിക്കുകയും അവർക്ക് വേണ്ട ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാ കിടപ്പ് രോഗികൾക്കും പാലിയേറ്റീവ് പരിചരണം ഉറപ്പുവരുത്തുന്നതിന് പരമാവധി പഞ്ചായത്ത് ശ്രമിച്ചു വരുന്നുണ്ട്. അരികെ എന്ന പേരിൽ പാലിയേറ്റീവ് വാളണ്ടിയർ പരിശീലനവും പൂർത്തിയാക്കി നമ്മൾ യുവജനങ്ങളെ അതിനുവേണ്ടി സന്നദ്ധമാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് നടത്തിയ ശ്രദ്ധേയമായ പരിപാടിയായിരുന്ന ബാലമിത്ര ഡെപ്രസീവ് ട്രെയിനിങ് പ്രോഗ്രാം വളരെയധികം കുട്ടികൾക്ക് പരിപാടിയുടെ ഭാഗമായി വിവിധങ്ങളായ തുടർ പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ആയുർവേദ ചികിത്സാ വിഭാഗവും മികച്ച പ്രവർത്തനമാണ് നടത്തി വരുന്നത്. പോസ്റ്റ് കോവിഡ് രോഗികൾക്ക് ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാകുന്നുണ്ട്. പാരമ്പര്യ രോഗങ്ങൾക്കും ചർമ്മരോഗങ്ങൾക്കും പ്രത്യേക ചികിത്സയും ഇവിടെ ലഭ്യമാണ്. പരിമിതിക്കുള്ളിൽ നിന്നും ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ആരോഗ്യ വിഭാഗം കൂടിയാണ് ആയുർവേദ വിഭാഗം. അവിടെയുള്ള സ്റ്റാഫുകളും ഡോക്ടറിൻ്റെ സേവനം പൂർണ്ണസമയവും ലഭ്യമാണ്. കുട്ടികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഹോമിയോ വിഭാഗം മെച്ചപ്പെട്ട രീതിയിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. കുട്ടികൾക്കുള്ള ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കുവാൻ ഹോമിയോപ്പതി വിഭാഗം ലഭിക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളിലും ഹോമിയോയുടെ സേവനം ലഭ്യമാകുന്നുണ്ട്. ഏറ്റവും മികച്ച കർമ്മ പരിപാടികളുമായിട്ട് വെള്ളത്തൂവലിൻ്റെ ആരോഗ്യ മേഖല മുന്നേറുമ്പോൾ അതിന് എല്ലാ പിന്തുണയും സഹകരണവും അർപ്പിച്ചുകൊണ്ട് ഭരണസമിതിയും മറ്റുള്ള ജനവിഭാഗങ്ങളും ഒപ്പമുണ്ട് എന്നുള്ളത് സന്തോഷം തരുന്ന കാര്യമാണ്. അതുപോലെ ലഹരിക്കെതിരായി ഏറ്റവും അവസാനം ഞങ്ങൾ നടത്തിയത് ലഹരിക്കെതിരായി ഇന്ന് വർദ്ധിച്ചു വരുന്ന ഏറ്റവും വലിയ വിപത്തായ ലഹരിക്കെതിരായിട്ട് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പക്ഷേങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടാകാത്ത തരത്തിൽ വെള്ളത്തൂവൽ പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും ഒരുമിച്ച് പദയാത്ര നടത്തി ബോധവൽക്കരണ പരിപാടികൾ നടത്തി, കലാപരിപാടികളും മറ്റു പരിപാടികളും എല്ലാം ചേർത്ത് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെയും അതുപോലെ മറ്റു കലാകാരികളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലഹരി വിരുദ്ധമായിട്ടുള്ള പദയാത്രയും മാലിന്യത്തിനെതിരായിട്ടുള്ള പദയാത്രയും എല്ലാം ഒരുമിച്ച് ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു. വലിയ ബഹുജന മുന്നേറ്റമായിരുന്നു ആ ജാഥയിലെല്ലാം ഉടനീളം കണ്ടത്. അതോടൊപ്പം തന്നെ അതിനകത്ത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമൊന്നും ഇല്ലാതെ ഒറ്റക്കെട്ടായി മുഴുവൻ ആളുകളും അണിനിരന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത്രയും നേട്ടം ഈ പഞ്ചായത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇനിയും ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി ചെയ്യാറുണ്ട്. ജനങ്ങൾക്ക് അന്ന് നൽകിയ വാഗ്ദാനങ്ങൾ, തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കിയ ഒരു ഭരണസമിതി എന്ന ബഹുമതിയോട് കൂടിയായിരിക്കും ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ പോകുന്നത്. അതിനായി സഹകരിച്ച മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.